തമിഴ്നാട്ടിൽ അങ്ങനെ സർക്കാർ രൂപീകരണത്തിന് നിർണായക നീക്കങ്ങളാണ് ടി.വി.കെ നടത്തുന്നത്. വിശദാംശങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി ചേരുന്നു. മനീഷ് മൂർത്തി, എന്തായാലും സിനിമയേക്കാൾ വലുന്ന ക്ലൈമാക്സുകളും ഒക്കെ സസ്പെൻസുകളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ടി.വി.കെയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ. വിജയ്ക്ക് 118 എന്ന മാജിക് നമ്പറിലേക്ക് എത്താൻ ഇനിയും രണ്ടുപേരുടെ പിന്തുണ കൂടി എത്തുന്നു. ഒപ്പം തന്നെ വി.സി.കെയുടെ പിന്തുണ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഏതായാലും ഈ തമിഴ്നാട് ഭരിക്കാൻ വിജയ്ക്ക് ഇനി എത്ര ദൂരം കാത്തിരിക്കണം? എന്തായാലും വിടുതலை സിറ്റികൾ കക്ഷികളുടെ 2 സീറ്റുകളുടെ ഒരു ഭൂരിപക്ഷം, അതായത് 2 സീറ്റുകൾ കൂടി അവരുടെ കൈവശമുള്ള 2 MLA സീറ്റുകളുടെ പിന്തുണ കൂടി ലഭിച്ചാൽ എന്തായാലും വിജയ്ക്ക് കാര്യങ്ങൾ ഇനി അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ വി.സി.കെ സംബന്ധിച്ച് ഒരു വലിയ ഡിമാൻഡ് അവർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വെച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വിലപേശൽ നയത്തിന്റെ ഭാഗമായി അത്തരത്തിലുള്ള ചില ഡിമാൻഡുകൾ, അതായത് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള ഡിമാൻഡുകളാണ് വി.സി.കെ മുൻപോട്ട് വെച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇടതു പാർട്ടികൾ ഇന്നലെ പ്രഖ്യാപിച്ച പിന്തുണ അത് ഉപാധികളില്ലാത്ത പിന്തുണയായിരുന്നു. അത് മാത്രമല്ല, ഭരണത്തിൽ പങ്കാളിയാവാതെ പുറത്തു നിന്നുള്ള പിന്തുണ എന്നുള്ളതായിരുന്നു ഇടതു പാർട്ടികൾ പറഞ്ഞിരുന്നത്. പക്ഷേ വി.സി.കെ കുറച്ചുകൂടി ഭരണത്തിൽ പങ്കാളിത്തം വേണമെന്നും അത് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നുമുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു നിർബന്ധം എന്തായാലും വി.സി.കെയുടെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഈ രീതിയിലുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും, അല്ലെങ്കിൽ ഒരു പിന്തുണ ഉണ്ടാകുമെന്ന് തന്നെയാണ് എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റിസോർട്ട് രാഷ്ട്രീയം വീണ്ടും തമിഴ്നാട്ടിൽ വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രിയോടെ കോൺഗ്രസിന്റെ 5 MLA-മാരെ ടി.വി.കെ ഹൈദരാബാദിലെ റിസോർട്ടിലേക്ക് മാറ്റി എന്നൊരു വിവരം കൂടി എന്തായാലും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ MLA-മാരെ, ഒപ്പമുള്ള MLA-മാരെ പരമാവധി സൂക്ഷിച്ച് അല്ലെങ്കിൽ അവരെ മറ്റൊരിടങ്ങളിലേക്കൊക്കെ മാറ്റിക്കൊണ്ട് പിന്തുണ ഉറപ്പിക്കുന്ന ഒരു നിലയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു. ഇന്ന് 11 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് പറഞ്ഞിരുന്നത്. പക്ഷേ 116 പേരുടെ പിന്തുണക്കത്ത് മാത്രമാണ് കൈമാറിയത് എന്നുള്ള ഗവർണറുടെ അല്ലെങ്കിൽ ലോക്ഭവന്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു അറിയിപ്പ്, അതോടുകൂടി തന്നെ ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് എന്തായാലും നീളും എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രിയോടെ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ദിനകരന്റെ ടി.ടി.വി ദിനകരന്റെ അമ്മാമക്കൾ മുന്നേറ്റ കഴകത്തിന് ഒരു MLA ആണുള്ളത്, കാമരാജ് എന്ന് പറയുന്ന MLA. ഈ കാമരാജ് പിന്തുണ നൽകുന്നു എന്ന് പറയുന്ന ഒരു കത്ത് ടി.വി.കെ ഇന്നലെ ഗവർണർക്ക് നൽകിയിരുന്നു എന്ന ഒരു സൂചന അല്ലെങ്കിൽ എന്നൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യവും അമ്മാമക്കൾ മുന്നേറ്റ കഴകം നൽകിയിട്ടില്ല, ഒരു കൺസെന്റ് നൽകിയിട്ടില്ല, MLA കത്ത് നൽകിയിട്ടില്ല. കത്ത് വ്യാജമായി ടി.വി.കെ നിർമ്മിച്ചതാണ് എന്നുള്ള അമ്മാമക്കൾ മുന്നേറ്റ കഴകത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ടി.ടി.വി ദിനകരന്റെ ഒരു പ്രസ്താവന കൂടി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടും കൊടുത്തും ഒക്കെ വലിയ തോതിലുള്ള തർക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വി.സി.കെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും, അല്ലെങ്കിൽ പ്രതിസന്ധി എന്തായാലും പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തിയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഏതായാലും വിജയുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ഇനി ആ 118 എന്ന നമ്പറിലേക്ക് ഇനി രണ്ടുപേരുടെ പിന്തുണ മാത്രമാണ് ലഭിക്കേണ്ടത്. ഏതായാലും വി.സി.കെയുടെ പിന്തുണയോടുകൂടി അത് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ടി.വി.കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.